In behaviorism, we are giving, we are the theory, the psychologists are concerned of the stimulus and the response. Okay, അപ്പം നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന സ്റ്റിമുലസ് അതിനനുസരിച്ചിട്ട് റെസ്പോൺസ്, ദെൻ ബിഹേവിയർ ചേഞ്ച്, അതൊക്കെയാണ് ബിഹേവിയറിസം പറയുന്നുണ്ടെങ്കിൽ കോഗ്നിറ്റിവിസം ഈസ് സംതിങ് ഡിഫറെൻറ്റ്. കോഗ്നിറ്റിവിസം ഇസ് ഡിഫറെൻറ്റ്. അതെങ്ങനെയാണ്? ഇറ്റ് കെയിം ഇൻ 1950s ആസ് എ റിയാക്ഷൻ ടു ബിഹേവിയറിസം. ബിഹേവിയറിസത്തിൽ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിലും ലേണിംഗ് ഈസ് എൻ ഇൻറ്റേർണൽ പ്രോസസ്. ഫോർ കോഗ്നിറ്റിവിസ്റ്റ് തിയറിസ്റ്റ് they say that learning is an internal process and learning is an individualized activity. ഒരു വ്യക്തി സ്വയമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ലേണിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കോഗ്നിറ്റിവിസത്തിലുള്ളത്. ദ സ്റ്റഡി ഇൻ സൈക്കോളജി ദാറ്റ് ഫോക്കസ് ഓൺ മെൻ്റൽ പ്രോസസ്സാണ്. ഓക്കെ, അതായത് ഒരാളുടെ മെൻ്റൽ പ്രോസസ്സിങ് എന്തൊക്കെയാണ് ബ്രെയിനിൽ നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കോഗ്നിറ്റിവിസം വർക്ക് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് ഹൗ പീപ്പിൾ തിങ്ക്, perceive and learn to solve problems and direct their attention to one stimulus rather than another. Internal and conscious representation of the world. എങ്ങനെയാണ് അവർ നമ്മൾ എന്താ പറയുക, ഇവർ ഈ സ്റ്റിമുലസിനോട് എങ്ങനെയാണ് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ മെൻ്റൽ പ്രോസസ്സിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് പിന്നെ കോഗ്നിറ്റിവിസ്റ്റുകൾ പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻറ്റേർണൽ ആൻഡ് കോൺഷ്യസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേൾഡ്. അതായത് ഈ ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ട് എടുത്തുകൊണ്ട് ഇൻഡിവിജ്വലിനെ പുറത്തുനിന്ന് നമ്മളിങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇൻറ്റേർണലായിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേൾഡ് നടക്കുന്നുണ്ട് ഒരാളുടെ ബ്രെയിനിൽ എന്നുള്ളതാണ് കോഗ്നിറ്റിവിസം ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ്. Now it explains why the brain is the most incredible network of information processing and interpretation in the body as we learn things. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന് എത്രമാത്രം കപ്പാസിറ്റിയും ഇത്രയും ഇൻഫോർമേഷൻസിനെ നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമേഷൻസ് ആക്കാനും എത്രയോ കൂടുതൽ നമ്മൾ പഠിക്കുന്നു, എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ജസ്റ്റ് ഇപ്പം പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സ്റ്റിമുലസ് ആ ഒരു അതിനുള്ള റെസ്പോൺസ്, അതിലൊരു കോൺസിക്വൻസ് പോലെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസം അല്ല ഇത്. ബ്രെയിനിന് കാര്യമായിട്ട് ഇതിൽ പങ്കുണ്ടെന്നുള്ളതും ആ മെൻ്റൽ പ്രോസസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമാണ് കോഗ്നിറ്റിവിസം. Okay, now key concepts are search for rules, principles or relationship in processing new information, and the search for meaning and consistency in reconciling new information with previous knowledge. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഗ്നിറ്റിവിസത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് പുതിയ ഇൻഫോർമേഷൻസിനെ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനൊരു മീനിങ് കണ്ടെത്തുന്നത്, നമ്മൾ ഓൾറെഡി ഉള്ള നോളേജ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ള നോളേജ് എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് കോഗ്നിറ്റിവിസത്തിലേക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നൗ വി ഹാവ് some of the psychologists like Jean Piaget, Jerome S. Bruner, then Albert Bandura, etc. ഇവർ കോഗ്നിറ്റിവിസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളല്ല. കോഗ്നിറ്റിവിസത്തിൽ നിന്ന് തന്നെയാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന മറ്റൊരു തിയറി ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ തിയറീസ് കോഗ്നിറ്റിവിസം മീൻസ് നമ്മളത് കോഗ്നിറ്റിവിസ്റ്റ് ആളായിട്ട് കണക്കാക്കാൻ, സൈക്കോളജിസ്റ്റുകളായിട്ട് കണക്കാക്കാനുള്ള കാരണം ദേ ആർ കൺസേൺ വിത്ത് മെൻ്റൽ പ്രോസസ്സസ്. ഓക്കെ, നൗ ജീൻ പിയാഷയുടെ ഒരു കോൺസെപ്റ്റാണ് സ്കീമ. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻറ്റേർണൽ നോളജ് സ്ട്രക്ചർ. ന്യൂ ഇൻഫർമേഷൻ ഈസ് കമ്പയർഡ് ടു എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് കോൾഡ് സ്കീമ. ഓക്കെ, സ്കീമ മേ ബി കമ്പൈൻഡ്, എക്സ്റ്റെൻഡഡ് ഓർ ആൾട്ടേർഡ് ടു അക്കോമഡേറ്റ് ന്യൂ ഇൻഫർമേഷൻ. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ നോളജ് സ്ട്രക്ചറാണ്, ഒരാളുടെ ബ്രെയിനിലുള്ള ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു നോളജ് സ്ട്രക്ചറാണ്. അതിൽ നമ്മൾ നമ്മുടെ ന്യൂ ഇൻഫർമേഷൻസ് എപ്പോഴും ഇങ്ങനെ ഈ ഒരു എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സ്കീമയുടെ ഇങ്ങനെ എപ്പോഴും ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കും. മീൻസ് അതാണ് നമ്മളെ ഒരു നോളജിൻ്റെ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്കീമ. ഓക്കെ, Now this schema can be combined or extended or altered to accommodate new information. പുതിയ ഇൻഫോർമേഷൻസ് അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പുതിയതായിട്ട് ചേഞ്ച് ചെയ്യുന്ന മാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ദെൻ 3 സ്റ്റേജ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ദാറ്റ് ഈസ് എങ്ങനെയാണ്, ഇൻപുട്ട് ഫസ്റ്റ് എൻറ്റേഴ്സ് എ സെൻസറി രജിസ്റ്റർ,
മീൻസ് നമ്മുടെ സെൻസസ് ഉണ്ടല്ലോ അതിലേക്ക് ഇൻപുട്ട് നമുക്ക് കിട്ടും. ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ട്. ദെൻ ദിസ് ഈസ് പ്രോസസ്ഡ് ഇൻ ഷോർട്ട് ടേം മെമ്മറി. ഓക്കെ, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് നടക്കുന്ന, ഓൾറെഡി കോഗ്നിറ്റിവിസം എന്ന് പറഞ്ഞാൽ മെൻറ്റൽ പ്രോസസ്സിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദിസ് പ്രോസസ് ഹാപ്പൻസ് ഇൻ ഷോർട്ട് ടേം മെമ്മറി. നമുക്ക് ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം, മീൻസ് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ നമുക്ക് കിട്ടുന്ന ഏതൊരു ഇൻപുട്ടും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് കോഗ്നിറ്റിവിസം പഠിക്കുകയാണ്. ഈ കോഗ്നിറ്റിവിസം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടാണ്, നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മീൻസ് യുവർ സെൻസസ്, യു ആർ യൂസിങ് യുവർ സെൻസസ്, യുവർ ഐസ് ആൻഡ് ദെൻ യുവർ സൈറ്റ് ആൻഡ് ദെൻ യുവർ ഓഡിറ്ററി സെൻസസ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ ബ്രെയിനിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, മീൻസ് ഷോർട്ട് ടേം മെമ്മറിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ സി ആഫ്റ്റർ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദെൻ ട്രൈ ടു ലേൺ ഇറ്റ്, ദെൻ ഇറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ടു യുവർ ലോങ് ടേം മെമ്മറി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ, മീൻസ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് റീച്ച്ഡ് യുവർ ലോങ് ടേം മെമ്മറി. ഓക്കെ, അപ്പോൾ പലപ്പോഴും നമ്മളത് സ്റ്റോറേജിനും റിട്രീവലിനും വേണ്ടിയിട്ടാണ് ഈ ലോങ് ടേം മെമ്മറി യൂസ് ചെയ്യുന്നത്. Now the other concepts are memory already as I have mentioned, and transfer of learning. ഇതൊക്കെ ജനറലായിട്ട് പറയുകയാണ്, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ കാണാനുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഒക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇനിയും സൈക്കോളജിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ വി ആർ ഗോയിങ് ടു സീ ഓൾ ദീസ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നമുക്ക് പല രീതിയിലുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഒക്കെ വരുന്നുണ്ട്, ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദറ്റ് ആസ് കോഗ്നിറ്റിവിസം. ഈ കോഗ്നിറ്റിവിസത്തിൽ തന്നെ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ദറ്റ് ഈസ് പിയാഷെ ഡിവൈഡഡ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എങ്ങനെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്പ് ചെയ്തെന്നുള്ളത്. ദറ്റ് ഈസ് റൈറ്റ് ഫ്രം ഹിയർ, ദറ്റ് ഈസ് സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 ഇങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 0 to 2 ദെൻ ഒബ്ജക്റ്റ് പെർമനൻസ്, that is babies learn that object out of sight still exist. എന്താണ്, then goal directed action, babies learn to act intentionally to achieve a goal. Deferred imitation, babies continue to imitate others after the event. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാനുണ്ട്. ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. എന്തായാലും ഞാൻ ഇതിനോട് ചേർത്തി കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ generally speaking 4 stages of development ഉണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ദറ്റ് ഈസ് ഫ്രം 2 to 7. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 0 to 2 ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 to 7 ഉണ്ട്. ദെൻ കോഗ്നിറ്റീവ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 7 to 12 years ആണ്. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 12 to 18 years ആണ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ തിയറീസും കരിക്കുലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദ കപ്പാസിറ്റി, എക്സ്പെക്റ്റഡ് കപ്പാസിറ്റി, നമുക്ക് ഏകദേശം പഠിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി എന്താണ് എന്നുള്ളതും ഏത് രീതിയിൽ പഠിക്കുമ്പോഴാണ് അവർക്കത് പഠിക്കുക എന്നുള്ളതും മെത്തേഡ്, ടെക്നിക്സ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത്തരം ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ ബേസിട്ടാണ്. ഓക്കെ, നോ വി ക്യാൻ സി അതായത് എക്സാമ്പിൾ ദറ്റ് ഈസ് കോഗ്നിറ്റീവ് ഡൊമൈൻ. അത് നമുക്ക് പഠിക്കാണ്ട് ബ്ലൂംസ് ടാക്സോണമി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കാണ്ട് ഇതിൽ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ബ്രെയിൻ റിലേറ്റഡ് നോളേജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ നോക്കൂ, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന കണക്ഷൻ വരുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്, എക്സ്പ്ലെയിനിങ്, കമ്പയർ, ഇതൊക്കെ നമ്മൾ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കുറേ പ്രോസസ്സുകളാണ്, മെൻ്റൽ പ്രോസസ്സുകളാണ്. ജസ്റ്റ് ഒരു സിമുലസ് റെസ്പോൺസ് മാത്രമല്ല ബ്രെയിനിൽ കോഗ്നിറ്റീവ് ഡൊമൈനിൽ നടക്കുന്നത്. സോ അത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം ഈസ് ബേസ്ഡ് ഓൺ കോഗ്നിറ്റിവിസത്തിൽ നിന്ന് ഉണ്ടായതാണ് കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണേഴ്സ് കൺസ്ട്രക്ട് ദെയർ നോളേജ് അവർ കൺസ്ട്രക്റ്റ് ചെയ്യാണ്. കൺസ്ട്രക്റ്റിവിസത്തിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്ന നോളേജ്? ത്രൂ ടെസ്റ്റിംഗ് ഐഡിയാസ് ആൻഡ് ബേസ്ഡ് ഓൺ ദെയർ പ്രീവിയസ് നോളേജ് ആൻഡ് എക്സ്പീരിയൻസസ്. അത് ഒരു ഐഡിയ കിട്ടുമ്പോൾ അതിന് ആ പഠന രീതി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോഗ്നിറ്റിവിസത്തിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? അതിൽ കണ്ടത് അതൊരു ഇൻറ്റേർണൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു, ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറഞ്ഞു. അതിങ്ങനെ എക്സ്പീരിയൻസും നോളജൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചെയ്തെങ്കിലും ഇതിൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത് ലേണേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാണ്. നോളേജ് എന്ന് പറയുന്നതിനെ കൺസ്ട്രക്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. നോ ഇൻ കൺസ്ട്രക്റ്റിവിസം ലേണേഴ്സ് ഓട്ടോണമി ആൻഡ്
ഇനീഷ്യേറ്റീവ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലേണേഴ്സിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്, അവരുടെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കൺസ്ട്രക്റ്റിവിസം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നൗ ദ തിയറിസ്റ്റ് ആർ ജീൻ പിയാഷെ, തിയറി ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. നമ്മൾ കോഗ്നിറ്റിവിസത്തിൽ കണ്ട ജീൻ പിയാഷെ തന്നെയാണ്. അതിൽ നിന്ന് ആ ഒരു തിയറിയിലേക്കും ഈ തിയറിയിലേക്കും ഇദ്ദേഹത്തിൻ്റെ തിയറി കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നാണ് അറിയപ്പെടുന്നത്. മീൻസ് ബ്രാഞ്ച് ആയിട്ട് തിയറി ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീൻ പിയാഷെയുടെ തിയറിയാണ്. തിയറി ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി, തിയറി ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി, ജീൻ പിയാഷെ. ദെൻ ജെറം എസ് ബ്രൂണർ, ഡിസ്കവറി ലേണിംഗ്, ദാറ്റ് ഈസ് ഇൻക്വയറി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. These are some of the important concepts given by Jerome S. Bruner, that is discovery learning. Then ലെവ് വൈഗോട്സ്കിയാണ് തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ ഡെവലപ്മെൻറ്റൽ കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാണ്ട്. ദെൻ ഹൊവാർഡ് ഗാർഡ്നേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ഇതൊക്കെ വരുന്നത് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ജനറലായിട്ട് ഇനിയുണ്ട്, കുറച്ചുകൂടി ഉണ്ട് നമുക്ക് പഠിക്കാൻ ഇതിൽ. കൺസ്ട്രക്റ്റിവിസം എന്ന് നമ്മൾ ജനറലായിട്ടാണ് പറയുന്നത്. ഇന്നിപ്പോൾ ബിഹേവിയറിസവും കോഗ്നിറ്റിവിസവും കൺസ്ട്രക്റ്റിവിസവും നമ്മൾ ജനറലായിട്ട് ആ തിയറി എന്താണ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വി ഹാവ് ടു ലേൺ ഓൾ ദീസ് തിയറീസ് ഇൻഡിപെൻഡൻ്റ്ലി. അത് നമുക്ക് പഠിക്കാനുണ്ട്, എങ്ങനെയാണ് അവരുടെ ഓരോ സ്റ്റെപ്സ് വരുന്നത്, ഓരോ തിയറീസ് വരുന്നത് എന്നുള്ളതൊക്കെ. അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡീപ്പായിട്ട് നോക്കും. വൈഗോട്സ്കിയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ദാറ്റ് വി വിൽ സി വൺ ബൈ വൺ. എനിവേ ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റിവിസം. പിന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറികളെ തന്നെ നമ്മൾ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഓൾറെഡി പറഞ്ഞില്ല, ജീൻ പിയാഷെയുടെ. അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലെവ് വൈഗോട്സ്കിയാണ് ഇതിൻ്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു പുട്ട് ഫോർവേഡ് ചെയ്തത്. അതുപോലെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ജീൻ പിയാഷെയാണ്. Some of these we have to learn in depth later on. You will learn it. Okay, concept, schema, assimilation, accommodation, equilibrium. Then principal learning is an active rather than passive process. Learning should be whole, authentic and real to be effective. അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത് എന്താണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ വേണം. സൈക്കോളജിക്കൽ ടൂളാണ് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. ദ മോർ നോളേജബിൾ അതർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ സ്കഫോൾഡിങ്, ട്യൂട്ടറിങ്, ദെൻ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാണ്ട്, ജനറലായിട്ട് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറികൾ എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൊടുത്തു മാത്രം. ഓക്കെ, നൗ ഇതാണ് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ്, വെർബൽ ബിഹേവിയർ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ടീച്ചർ സെൻറ്റേർഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ബിഹേവിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് നോക്കിയൊക്കെ കോഗ്നിറ്റിവിസം എന്ന് പറയുമ്പം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, ബേസ്ഡ് ഓൺ അസസ്മെൻ്റ് ആണ്, ടോട്ട് അറ്റ് യുവർ ലെവൽ, ടീച്ചർ ആസ് സബ്ജക്റ്റ് മാറ്റർ, അതായത് ടീച്ചർ എങ്ങനെയാണ് സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടായിട്ടാണ് ടീച്ചറിനെ കാണുന്നത്. ഓക്കെ, നൗ വി ഹാവ് ദിസ് വൺ, ദാറ്റ് ഈസ് ഇവരുടെ സ്റ്റൈൽ നോക്കൂ, ഡ്രിൽ ആൻഡ് സ്കിൽ, പ്രാക്ടീസ് വിത്ത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെയാണ് ആരുടെ ബിഹേവിയറിസം ത്തിൽ വരുന്നത്. ഓക്കെ, നോ പ്രോബ്ലം സോൾവിങ് സ്റ്റേജസ്, ഗൈഡിങ്, പ്രോബ്ലം സോൾവിങ് സ്റ്റേജസും അതുപോലെ ഗൈഡിങ് ഒക്കെ ആരുടെയാണ് കോഗ്നിറ്റിവിസം ത്തിൽ വരുന്നുണ്ട് ഇവിടുന്നും. ഓക്കെ, നൗ കൺസ്ട്രക്റ്റിവിസത്തിൽ നോക്കൂ, സ്റ്റുഡൻറ്റ് ഇൻ ചാർജ് ഓഫ് ലേണിംഗ്, ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റിവിസം സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ലേൺ ബൈ ഡൂയിങ്, ടീച്ചർ ആസ് ഗൈഡ്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ്. ഇതാണ് ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ്സ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ളത്. ഇവിടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് അല്ല, ടീച്ചർ ആസ് എ ഗൈഡാണ്. ദെൻ ഇറ്റ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ദെൻ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് കൺസ്ട്രക്റ്റിവിസത്തിലാണ്. ഇവിടെ നമുക്ക് നോക്കൂ, ഈ ബിഹേവിയറിസത്തിൽ ടീച്ചർ സെൻറ്റേർഡ് ആണ്. ഇവിടെ ടീച്ചർ ആസ് സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടാണ്, എല്ലാം അറിയുന്ന ആളാണ് ടീച്ചർ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡാണ്, അതായത് സ്റ്റുഡൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. മീൻസ് സ്റ്റുഡൻസാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അതുപോലെ അവർ ചെയ്യുന്നതും, അവർ എന്താണ് പറയുന്നത്, അവർ പഠനം അവരെ ഒരു കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള, നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ആ ഒരു കോൺസെപ്റ്റിലൂടെ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എന്താണ് ഒരു ജിസ്റ്റ് ഓഫ് അവർ സ്മോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ തിയറീസ്, ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, ഫൈൻ. നൗ വി ക്യാൻ ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. Okay. Now can we go to the questions? Okay, who is considered as the father of behaviorism? J.B. Watson. Okay, Pavlov conducted his experiments on a
Dog. Theory of Skinner is known as yes, dog. Okay. Then theory of Skinner is known as operant conditioning. Negative reinforcement is a concept put forwarded by negative reinforcement. Skinner. Okay. Cognitivism considered learning as a dash. എങ്ങനെയാണ് കൊഗ്നിറ്റിവിസം കണ്ടത് ലേണിങ്ങിനെ? ഇൻറ്റേർണൽ പ്രോസസ്സ്. ഓക്കെ, ഗുഡ്. ഈ ഒരു ബിഹേവിയറിസത്തിനോടുള്ള ഏറ്റവും കൂടുതൽ ഒരു ക്രിറ്റിസിസം ഉണ്ടാവാനുള്ള കാരണം മനുഷ്യർ ഇൻ്റലക്ച്വലി കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ലേണിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ആനിമൽസിലാണ് കൂടുതൽ പഠനങ്ങൾ നടത്തിയെന്നുള്ളതാണ്. അതിനൊരു ആനിമൽസിനെ വെച്ച് നമ്മളെ അളക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഒരു ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നത്. Now, major difference between cognitivism and constructivism is. എന്താണ് കൊഗ്നിറ്റിവിസവും കൺസ്ട്രക്റ്റിവിസവും തമ്മിലുള്ള ഒരു മേജർ ആയിട്ടുള്ളൊരു ഡിഫറൻസ്? നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ കൊഗ്നിറ്റിവിസം കൺസ്ട്രക്റ്റിവിസം ഒക്കെ പറഞ്ഞല്ലോ, അതിൽ ഒരു മേജർ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണ്? കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ട് തിയറി ആയിട്ട് ഒന്നൊന്നിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും വേറെ തിയറി ആയിട്ട് പറഞ്ഞത്. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിലൊരു എന്തായിരിക്കും കോഗ്നിറ്റിവിസം കൺസ്ട്രക്റ്റിവിസം തമ്മിലുള്ളൊരു പ്രശ്നം, ഡിഫറൻസ്? രണ്ടും ഒരുപോലെയാണ് തോന്നിയത്? എന്തെങ്കിലും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഒന്ന് രണ്ട് ഡിഫറൻസുകളൊക്കെ തോന്നിയില്ലേ? നോളേജ് കൺസ്ട്രക്ഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ലേണിംഗ്. പക്ഷേ കൊഗ്നിറ്റിവിസത്തിൽ അത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സ് എന്നുള്ള രീതിയിലേ ഉള്ളൂ അതിനെ കാണുന്നുള്ളൂ. പിന്നെ വേറൊന്നെന്താണ്? വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് കൊഗ്നിറ്റിവിസം ലേണിംഗ് പ്രോസസ്സിനെ കാണുന്നത്. ഓക്കെ, പക്ഷേ കൺസ്ട്രക്റ്റിവിസം അങ്ങനെയല്ലല്ലോ. കൺസ്ട്രക്റ്റിവിസം ലേണർ സെൻറ്റേർഡാണ്. യെസ്, കൺസ്ട്രക്റ്റിവിസം ലേണർ സെൻറ്റേർഡാണ്. അത് പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പം കൊഗ്നിറ്റിവിസം കൺസ്ട്രക്റ്റിവിസത്തിൽ അങ്ങനെയല്ല. കൺസ്ട്രക്റ്റിവിസം ഒന്നുകൂടി എങ്ങനെയാണ്, ലേണർ ഒരു സോഷ്യൽ ബീയിങ് ആണെന്നുള്ള രീതിയിൽ കൂടിയാണ് കാണുന്നത്. ലേണർ സെൻറ്റേർഡാണ് കൺസ്ട്രക്റ്റിവിസം, കൊഗ്നിറ്റിവിസത്തിനേക്കാളും ലേണർ സെൻറ്റേർഡാണ്. ആ ഒരു ഡിഫറൻസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസം ഈസ് ലേണർ സെൻറ്റേർഡ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഉള്ളൊരു ഡിഫറൻസാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഡിഫറൻസ്. ഓക്കെ, നൗ ദ ഇൻഫേമസ് എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ J.B. Watson ഈസ് Little Albert. Okay. Piaget Little Albert. Okay. Then Piaget divided cognitive development into dash stages. 4 stages. ചെറുതായിട്ട് ചോദിച്ചത് മാത്രം. The final stage of cognitive development according to Piaget is formal operational stage. Okay. Then the theory of social development was proposed by Vygotsky. Then the theory put forwarded by Howard Gardner. Theory of multiple intelligence. Okay. അപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ, സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അത്. മീൻസ് സൈക്കോളജി എന്ന് പറയാൻ പറ്റില്ല, നമുക്കത് നമ്മുടെ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതിലെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അത്. നമുക്ക് ഡീപ്പായിട്ട് തന്നെ നോക്കാനുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പം ടുഡേ ദിസ് ഇസ് ഇനഫ്. എനിവേ,